സിനിമാ സംഗീത സംവിധാനം ഒരു നഷ്ടക്കച്ചവടമാണെന്ന് MG ശ്രീകുമാർ കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. TV ചാനലുകൾ സംഗീതബോധത്തെ കെടുത്തുകയാണെന്ന ചിന്താഗതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ TV റിയാലിറ്റി ഷോയിലും സംഗീത സംവിധാന രംഗത്തും വളരെ സജീവമായ സാന്നിധ്യമാണ് ശ്രീകുമാർ. ഈ ചൂടുമാറ്റത്തിന് അദ്ദേഹത്തിന് ചില യുക്തികളുണ്ട്. അതിലേക്ക് കടക്കുകയാണ് നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിൽ. വളരെ ചെറുപ്പത്തിലെ ഈ ചാരം മൂടിക്കിടന്ന കനലിൽ താങ്കൾ ചാടുകയും കാല് വല്ലാണ്ട് പൊള്ളുകയും ഒക്കെ ചെയ്തു. ഇതെങ്ങനെയാ ജൂണി അറിഞ്ഞത്? ചുമ്മാതല്ലേ നേരെ ഭയങ്കര പോപ്പുലറായിട്ട് വരുന്നത് കേട്ടോ. അതിനുശേഷം താങ്കൾ ഇതുപോലെ പ്രത്യക്ഷത്തിൽ അപകടം എന്ന് തോന്നാത്ത പല അപകടങ്ങളിലും ചെന്ന് ചാടിയിട്ടില്ലേ? ചില ബന്ധങ്ങളാവാം, ചില സിറ്റുവേഷൻസ് ആവാം. ഇല്ല, ഞാനിതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാം നിമിത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. എനിക്കങ്ങനെ ഒരു ഇന്നത് ഞാൻ ചെയ്യും എന്നൊന്നും വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പം വീട്ടുകാരുടെ ഒന്നും സമ്മതമില്ലാതെ എടുത്തൊരു തീരുമാനമായിരുന്നു താങ്കളുടെ വിവാഹം. അപ്പോൾ അതിൽ താങ്കൾക്ക് എന്തെങ്കിലും അങ്ങനെ വീട്ടുകാരെല്ലാം കൂടി ആലോചിച്ച് ഉറപ്പിച്ചൊരു വിവാഹം അല്ലാതെ നടത്തിയതിന് ഒരു വീട്ടുകാർക്ക് വിഷമമുണ്ട്. അതിപ്പം ഞാൻ പറയട്ടെ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 25 വർഷമായി. 24 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടുകാർ വിഷമിച്ച് കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ടിരിക്കട്ടെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഇല്ലാത്ത വിഷമം ഇനി എന്തിനാ വീട്ടുകാർക്ക്? കാരണം വേറൊന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടൊരു പെണ്ണെ ഞാൻ കല്യാണം കഴിച്ചു. ഇന്ന് വരെ ഈ സമയം ഞാൻ ജോണിയോട് സംസാരിക്കുന്ന സമയം വരെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞ ലേഖയാണ്. ഇന്ന് വരെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുമ്പം അമ്മയുടെയും മുമ്പിൽ നിർത്തിയതുപോലെ അല്ല, അമ്മ അങ്ങനല്ല. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം, അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം. ഓഫ് കോഴ്സ് അമ്മ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, എൻ്റെ എല്ലാമായിട്ടുള്ള എന്നും ഒരു ദിവസം ഞാൻ ആലോചിക്കാത്ത ഒരു ദിവസം പോലുമില്ല അമ്മ. ഇപ്പം നമ്മൾ വീട്ടിൽ പോയി കിടക്കുമ്പം നമ്മുടെ ചേട്ടനെ ചേച്ചി അല്ലല്ലോ നോക്കുന്നത്. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാനും അതിന് ഉചിതമായ ഒരു മറുപടി തരുന്നത് അവിടാണ് ഞാൻ. പ്ലീസ് നോട്ട് യുവർ പോയിന്റ്. ഉചിതമായ ഒരു മറുപടി കിട്ടുന്നത്. കാരണം ഒരു ഭാര്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവിനെ കുളത്തിൽ കൊണ്ട് ചാടിക്കാം. അങ്ങനെ എനിക്ക് എക്സാമ്പിളായിട്ടുള്ള ഒരുപാട് ഫാമിലി അറിയാം. കാരണം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് ഓഫ് മൂഡിലിരിക്കുമ്പോൾ പറയും. അദ്ദേഹം ഫോൺ ചെയ്ത് എന്തെങ്കിലും സംസാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. അത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ, കരിയറിനെ ബാധിക്കുന്ന രീതിയിൽ മാറും. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ല. നല്ലത് പാടിയാൽ നല്ലതാണെന്ന് പറയും. ഇനി ഒരു പക്ഷേ വേണുഗോപാലാണ് നല്ലത് പാടുന്നതിൽ എൻ്റെ ഭാര്യ പറയും ആ പാട്ട് ശ്രീകുട്ടനെക്കാട്ടി നന്നായിട്ട് വേണുഗോപാൽ പാടിയെന്ന് പറയും. അതാണ് എനിക്കിഷ്ടം. കാര്യം എന്താണെന്നറിയോ? കാരണം ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് തുറന്ന് പറയുമ്പോൾ, ഫ്ലാറ്ററിങ് ഇല്ലാതെ, പുകഴ്ത്തലില്ലാതെ പറയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു ഇടം നമ്മുടെ വീട്ടിൽ കിട്ടും. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി താങ്കൾക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ കല്യാണം കഴിക്കാതെ ഒരു 10-14 വർഷം ജീവിച്ചു എന്നേ ഉള്ളൂ. അതെ, ഒരുമിച്ച് ജീവിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ട് തലയിട്ടു. അനാവശ്യമായിട്ട് വന്നിട്ട് ഒരുപാട് പേര് അത് സ്വാഭാവികമല്ലേ. നമ്മുടെ നാട്ടു നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഇവിടെ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ സങ്കുചിത മനോഭാവമുള്ള വ്യക്തികളാണ്. ഇന്നും ഇപ്പം കേശവൻ പിള്ള എന്നുള്ള ഒരാളിനുണ്ടെങ്കിൽ കേഷ് എന്നിട്ട് പേരിട്ട് അവൻ മറ്റേ ബെർമൂടയും ബാക്കി തലമുടിയൊക്കെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു 26 വയസ്സാകുമ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ച് പറയും, മോനെ ആ ജാതകം കഴിഞ്ഞ് കൊണ്ടുപോവാ, അതൊന്ന് നോക്കിയിട്ട് നിൻ്റെ 7 കണ്ടകശനിയാണ്, അതുകൊണ്ട് നീ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ അവൻ കെട്ടത്തില്ല. ഇവിടെ ലിവിങ് ടുഗദറോ ഒന്നും നടക്കത്തില്ല. നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി ഇവിടെ ഒരു ചിട്ടയുണ്ട്. ഈ പറയുന്ന എല്ലാവരും എത്ര വളരെ ഫോർവേഡായിട്ട് ഒരു വെസ്റ്റേൺ ചിന്താഗതിയോട് കൂടി പോണവരും ഫൈനലി ഈ ജാതകം നോക്കാതെ ജ്യോത്സ്യം പറയുന്നത് കേൾക്കാൻ കെട്ടുന്നവരുണ്ടോ? ഇല്ലല്ലോ. അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം നാച്ചുറലി ഇപ്പം ഞാൻ പറയട്ടെ, 2 പേര് ഒരുമിച്ച് നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഉള്ള ആൾക്കാർക്ക് തോന്നും അത് അവരുടെ ഒരു കടമയായിട്ട് സ്വാഭാവികമാണ്, പക്ഷേ അനാവശ്യവുമാണ്. ഇപ്പം ഞാനതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ജീവിച്ചു 10-14 വർഷം വി ലിവ് ടുഗദർ. പക്ഷെ അതിനൊരു അന്തിമമായിട്ടൊരു കർമ്മം ചെയ്തത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. മലയാള മനോരമ, അതായത് വനിത, നിങ്ങളെ വ്യവസ്ഥാപിതമായ വിവാഹത്തിലേക്ക് കൊണ്ടുപോയത് അവരാണ്. അതായത് എന്നെ കൊണ്ടുവന്നത്. Different people, one home. ManoramaOnline.com, your home